ഡോക്ടർ, എന്താണ് അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്ന് പറയുന്നത്? ഈ ഒരു ഗർഭകാലത്ത് ഇതിൻ്റെ ഒരു പ്രാധാന്യം അത് എത്രത്തോളം ഉണ്ട്? അൾട്രാസൗണ്ട് സ്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു നമ്മൾ സാധാരണ സ്കാൻ ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതിൽ ഒരു സ്കാനാണ്. ഇപ്പോൾ CT സ്കാനുണ്ട്, അൾട്രാസൗണ്ട് സ്കാനുണ്ട്, MRI ഉണ്ട്, അങ്ങനെ പലതരം ഇമേജിങ് മൊഡാലിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത്. ഈ അൾട്രാസൗണ്ട് സ്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ടിനേക്കാളും കൂടുതൽ വേവ്സ്, തരംഗങ്ങളുള്ള ഒരു തരംഗത്തിനാണ് അൾട്രാസൗണ്ട് തരംഗം എന്ന് പറയുന്നത്. ഈ അൾട്രാസൗണ്ട് തരംഗത്തിനെ ഇമേജാക്കി കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിച്ച് ആ സൗണ്ടിനെ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് എന്ന് പറയും. കുറച്ച് ക്രിസ്റ്റൽസ്, ഒരു പ്രോബ് ഉപയോഗിച്ച് അതിനകത്ത് കുറച്ച് ക്രിസ്റ്റൽസ് ഉണ്ട്. ആ ക്രിസ്റ്റൽസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഈ സൗണ്ട് എനർജിയെ നമ്മളത് മാറ്റി ഇമേജ് ആക്കും. ഈ ഒരു ടെക്നോളജിക്കാണ് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ സാധാരണ ഈ MRI CT സ്കാൻ പോലെ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് അല്ല. പക്ഷേ സ്റ്റിൽ കോസ്റ്റ്ലിയാണ്, പക്ഷേ അത്രയും കോസ്റ്റ്ലി അല്ല. നമുക്ക് സാധാരണ ഒരു സെൻറ്ററിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റാണ്. ഈ അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ബേസിക്കലി നമ്മുടെ ശരീരത്തിലെ പല അസുഖങ്ങളും അല്ലെങ്കിൽ പല പ്രോബ്ലംസും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതിനാണ് ഈ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്, അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത്. നമ്മൾ USG എന്ന് പറയും, അൾട്രാസോണോഗ്രഫി എന്ന് പറയും, അല്ലെങ്കിൽ USS എന്ന് പറയും, അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയും. അങ്ങനെ പിന്നെ പല രീതിയിൽ പറഞ്ഞാലും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സ്കാനാണ്, അൾട്രാസൗണ്ടിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സ്കാനാണ് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ അൾട്രാസൗണ്ട് സ്കാനിങ് നമ്മുടെ ഗർഭകാലത്ത് അത് എത്രത്തോളം ഗുണകരമാണ്? ഒരു കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ മറ്റ് പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഇത് ഉപകാരപ്രദമാകുന്നുണ്ടോ? ബേസിക്കലി അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത് എന്നെപ്പോലെ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാഴ്സൽ എന്ന് വേണം പറയാൻ. അതായത് ഞങ്ങളുടെ ജോലിയുടെ ഒരു പാർട്ട് ആൻഡ് പാഴ്സലാണ്. ഞങ്ങൾക്ക് ഈ അൾട്രാസൗണ്ട് സ്കാൻ ഇല്ലെങ്കിൽ ജോലിയുടെ പൂർണ്ണത വരില്ല. കാരണം ഞാൻ എവിടെ പോയി ജോലി ചെയ്താലും ഈ സ്കാനിങ് മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലൊരു പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയാണിപ്പോൾ. കാരണം നമുക്ക് നമ്മുടെ പല ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റും നമുക്ക് എപ്പോഴും പറയും, പണ്ടത്തെ ഡോക്ടേഴ്സ് ക്ലിനിക്കലി എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷേ ആ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറഞ്ഞൊരു മെഷീനും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡയഗ്നോസിസിനൊരു കൺഫർമേഷൻ വരുത്തും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, പ്രഗ്നൻസി ആയിട്ട് വരികയാണ്, പ്രഗ്നൻസി ഉണ്ട്, നമുക്ക് എത്ര ക്ലിനിക്കലി നോക്കിയാലും പ്രഗ്നൻസി യൂട്രസിനകത്താണോ എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ തന്നെ വേണ്ടി വരും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അത്യാവശ്യമായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ റൂമിൽ അൾട്രാസൗണ്ട് സ്കാൻ ഗൈനക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ഏത് സ്ഥലത്ത് കൺസൾട്ടേഷന് പോയാലും എൻ്റെ കയ്യിലൊരു സ്കാൻ മെഷീൻ ഉണ്ടാവും. അപ്പോൾ ആ സ്കാൻ മെഷീൻ ഉപയോഗിച്ചിട്ട് വേണം പലപ്പോഴും നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കൺഫർമേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഒരു ഡയഗ്നോസിസ് പൂർണ്ണ രൂപത്തിൽ എത്തിക്കാനായിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ, മെഡിറ്റിൻ്റെ ഹോസ്പിറ്റലിൽ ഈ അൾട്രാസൗണ്ട് സ്കാനിൻ്റെ ഏറ്റവും കൂടിയ രീതിയിലുള്ള അൾട്രാസൗണ്ട് സ്കാൻ മെഷീനും അതുപോലെ തന്നെ ഇമേജിങ് മൊഡാലിറ്റീസ് ഉള്ളൊരു ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റിന് പൂർണ്ണ രൂപത്തിലെത്താൻ വേണ്ടിയിട്ട് ഈ അൾട്രാസൗണ്ട് സ്കാൻ വളരെയധികം ഉപയോഗിക്കും. ഇത് തുടങ്ങുന്നത് ഒരു ഗർഭകാലത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ ഗർഭിണിയാണോ, ഇപ്പം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അവർക്ക് പറയാൻ പറ്റില്ല പ്രഗ്നൻസി ആണ്, യൂട്രസിനകത്താണ്, ഗർഭപാത്രത്തിനുള്ളിലാണ്, നല്ല പ്രഗ്നൻസി, ഇതൊന്നും പറയാൻ പറ്റില്ല. ഇതാദ്യം ഗർഭപാത്രത്തിൽ തന്നെയാണോ യൂട്രസിനകത്ത് തന്നെയാണോ ഉണ്ടായിരിക്കുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കുക. രണ്ടാമത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിയുമ്പം അടുത്ത സ്കാൻ ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് 5ാമത്തെ മാസം ആകുമ്പോഴത്തേക്ക് അനോമലി സ്കാൻ, അങ്ങനെ കുഞ്ഞിന് അംഗവൈകല്യം വല്ലതും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. പിന്നെ ഒരു 7ാം മാസം ആകുമ്പോൾ 28ാമത്തെ ആഴ്ചയിൽ ഗ്രോത്ത് സ്കാൻ, കുഞ്ഞിന് വളർച്ച വരുന്നുണ്ടോ എന്നറിയാം. പിന്നെ ഒരു 36ാമത്തെ ആഴ്ചയാകുമ്പോൾ ഒരു ഡോപ്ലർ സ്കാൻ, അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ടുള്ള പോകുന്ന രക്തഓട്ടം ശരിയാണോ എന്നറിയാനായിട്ടുള്ള സ്കാൻ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉറപ്പായിട്ട് പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭകാലം നന്നായിട്ടൊരു പ്രശ്നമില്ലാതെ, പ്രോബ്ലം ഇല്ലാതെ മുമ്പോട്ട് പോകും എന്ന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ.